Hi friends, നമ്മൾ ഈ ചാനലിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. +1 +2 കൊമേഴ്സ് കുട്ടികൾക്കും ബികോം പഠിക്കുന്ന കുട്ടികൾക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. അപ്പോൾ അവരിലേക്കും എത്തിക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പിന്നീട് പറയാനുള്ളത് പ്രിലിമിനറി എക്സാം, അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാത്തവർ ഇനിയെങ്കിലും കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആസ് പെർ ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് സിസ്റ്റം, എനി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് 2 aspects which are equal and opposite. This concept explains that if something is given, someone will receive it, which means whenever a transaction occurs, there is a two-sided effect. One is credit and other is debit for a similar amount. അപ്പോൾ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അനുസരിച്ചിട്ട് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന് 2 ആസ്പെക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ ആസ്പെക്റ്റ് ആയിരിക്കും? ഡെബിറ്റും ക്രെഡിറ്റും. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന് 2 വശങ്ങൾ കാണും. ഒരു ഡെബിറ്റും കാണും, ഒരു ക്രെഡിറ്റും കാണും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഒരു വസ്തു നമ്മൾ നൽകുമ്പോൾ മറ്റൊരാൾക്ക് ആ വസ്തു എന്ത് ചെയ്യുകയാണ്? കിട്ടുകയാണ്, അല്ലേ? അതായത് 2 സൈഡഡ് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഒരാൾക്ക് ക്രെഡിറ്റും മറ്റൊരാൾക്ക് എന്താണ്? ഡെബിറ്റും ആണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇതിൻ്റെ എമൗണ്ട് എങ്ങനെ തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് രാമു പർച്ചേസസ് എ മെഷീനറി വർത്ത് ₹1 lakh, then this will have the following impact. Purchasing machinery increases assets of the business by 1 lakh. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് അനദർ അസെറ്റ് ഓഫ് ദി ബിസിനസ് ദാറ്റ് ഈസ് ക്യാഷ് ബൈ 1 lakh. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ അതായത് ഒരു രാമു 1 ലക്ഷം രൂപ കൊടുത്ത് ഒരു മെഷീനറി വാങ്ങുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയുടെ മെഷീനറി അയാളുടെ സ്ഥാപനത്തിലേക്ക് വരികയാണ്. എന്നാൽ ക്യാഷായിട്ട് അയാളുടെ 1 ലക്ഷം രൂപ എന്ത് ചെയ്യുകയും ചെയ്തു? നഷ്ടപ്പെടുകയും ചെയ്തു. നഷ്ടപ്പെടുകയല്ല, പോവുകയും ചെയ്തു. അതായത് ബിസിനസ്സിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ക്യാഷ് എന്ത് ചെയ്തു? പോയി. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പോയപ്പോൾ അത് ക്രെഡിറ്റും, 1 ലക്ഷം രൂപയുടെ അസറ്റ് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അതെന്തായി? ഡെബിറ്റുമായി. അപ്പോൾ 1 ലക്ഷം രൂപ തന്നെയാണ് ക്രെഡിറ്റും ഡെബിറ്റും. അപ്പോൾ എമൗണ്ട് സെയിം ആണ്, പക്ഷേ ഇതിൻ്റെ ആസ്പെക്റ്റ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡെബിറ്റ് എന്താണെന്ന് നോക്കാം. വെൻ എ ട്രാൻസാക്ഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ദിസ് ഡബിൾ എൻട്രി സിസ്റ്റം, ഡെബിറ്റ് റെഫേഴ്സ് ടു ദി ഇൻക്രീസ് ഇൻ അസറ്റ് ആൻഡ് എക്സ്പെൻസസ്. അഡീഷണലി ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ഡെബിറ്റ് എപ്പോഴൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഡെബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത്? അസറ്റ് കൂടുമ്പോഴും അതുപോലെ തന്നെ എക്സ്പെൻസസ് കൂടുമ്പോഴും. അപ്പോൾ ഏതൊക്കെ കൂടുമ്പോഴാണ് ഡെബിറ്റ് ഉണ്ടാകുന്നത്? അസറ്റ് കൂടുമ്പോഴും എക്സ്പെൻസസ് കൂടുമ്പോഴും അത് ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലയബിലിറ്റി കുറയുമ്പോഴും ഡെബിറ്റ് ആയിരിക്കും, ഇൻകം കുറയുമ്പോഴും ഡെബിറ്റ് ആയിരിക്കും, ഇക്വിറ്റി കുറയുമ്പോഴും ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ഡെബിറ്റ് എപ്പോഴൊക്കെയാണ് വരുന്നത്? അസറ്റും എക്സ്പെൻസസ് കൂടുമ്പോഴും അതുപോലെ തന്നെ ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് ഇക്വിറ്റി കുറയുമ്പോഴുമാണ് ഡെബിറ്റ് വരുന്നത്. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇത് വിശദമായിട്ട് പറയുന്നത്. ഇതാണ് ക്രെഡിറ്റ്. ഡെബിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ക്രെഡിറ്റ്, അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് ഇൻ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് റെഫേഴ്സ് ടു ദ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് എക്സ്പെൻസസ്. ഫർദർമോർ ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് എനി ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഇൻകം ആൻഡ് ഇക്വിറ്റി ഡ്യൂ ടു എ ട്രാൻസാക്ഷൻ. അപ്പോൾ ക്രെഡിറ്റ് എന്താണ്? നമ്മൾ ഡെബിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ക്രെഡിറ്റ്. അതായത് അസറ്റോ എക്സ്പെൻസസോ കുറയുമ്പോൾ അത് ക്രെഡിറ്റ് ആയിരിക്കും. അസറ്റോ എക്സ്പെൻസസോ കുറയുമ്പോൾ അത് ക്രെഡിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം ഇത്രയും കൂടുമ്പോൾ അതെന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. എന്തൊക്കെ കൂടുമ്പോഴാണ് ക്രെഡിറ്റ്? ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം ഇത്രയും കൂടുമ്പോൾ എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അടുത്ത പ്രിൻസിപ്പിളാണ് ഒബ്ജക്റ്റിവിറ്റി ഓഫ് എവിഡൻസ്. ഇതെന്താ പറയുന്നതെന്ന് നോക്കാം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് നോ അക്കൗണ്ടിംഗ് റെക്കോർഡ് ഷുഡ് ബി മെയ്ഡ് അൺലെസ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഇൻഡിപെൻഡൻ്റ്ലി വേരിഫയബിൾ, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് എവിഡൻസ്. Generally, such evidence should be in writing or should be reduced to writing before an accounting entry is made. ഈ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഒബ്ജക്റ്റിവിറ്റി ഓഫ് എവിഡൻസ് ആണ്, അല്ലേ? അത് പേര് പോലെ തന്നെ നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഒരു സോളിഡ് എവിഡൻസ് വേണം. അതായത് ഒരു വേരിഫയബിൾ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ട്രാൻസാക്ഷനെ ഈ പറഞ്ഞ എവിഡൻസും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? വെരിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെ ഒരു സോളിഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ സാധാരണ ഈ എവിഡൻസ് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ എഴുതപ്പെട്ടതായിരിക്കും, അതല്ല എങ്കിൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്ത് ചെയ്തിരിക്കണം? റൈറ്റിങ്ങിൽ ആക്കിയിരിക്കണം, എഴുതിയിരിക്കണം.
അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ആ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നീട് എന്താ പറയുന്നതെന്ന് നോക്കാം. ഓൾ ട്രാൻസാക്ഷൻസ് മസ്റ്റ് ബി എവിഡൻസ്ഡ് ബൈ ഡോക്യുമെൻറ്റ്. എക്സാമ്പിൾ, ക്യാഷ് സെയിൽസ് ആർ എവിഡൻസ്ഡ് ബൈ ക്യാഷ് മെമ്മോസ്, ക്രെഡിറ്റ് സെയിൽസ് ബൈ ഇൻവോയ്സസ്, പേയ്മെൻറ്റ് ത്രൂ ബാങ്ക് ബൈ ചെക്സ്. അപ്പോൾ എന്താണ് പറയുന്നത്, എക്സാമ്പിളാണ് പറയുന്നത്. അതായത് നമ്മളൊരു ക്യാഷ് സെയിൽസ് ആണ് നടത്തിയിരിക്കുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആ സെയിൽസ് നടത്തിയതിൻ്റെ, അതായത് ക്യാഷ് സെയിൽസ് നടത്തിയതിൻ്റെ എവിഡൻസ്ഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് മെമ്മോ വേണം. അതല്ല നമ്മൾ ക്രെഡിറ്റ് സെയിലാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് സെയിലിൻ്റെ ഇൻവോയ്സ് വേണം. അതല്ല നമ്മൾ ബാങ്കിൽ കൂടിയാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ചെക്ക് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസാക്ഷൻസിൻ്റെ സോളിഡ് എവിഡൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇപ്പോൾ ലാർജ് വാല്യൂ ഒക്കെ ഉള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയി ഇപ്പോൾ ലാൻഡ്, ബിൽഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് സോളിഡ് എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം, ടൈറ്റിൽ ഡീഡോ സെയിൽ ഡീഡോ ഒക്കെ വേണം. അപ്പോൾ ഈ സെയിൽ ഡീഡും ടൈറ്റിൽ ഡീഡ് എന്ന് പറയുമ്പോൾ, സെയിൽ ഡീഡ് എന്ന് പറഞ്ഞാൽ ഒരു ബയർക്ക് ഒരു സെല്ലർ അയാളുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ഡീഡാണ് എന്ത്, സെയിൽ ഡീഡ് എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തെങ്കിലും കൺസിഡറേഷനോ ക്യാഷിനോ ആയിരിക്കും. അതായത് ഒരു വസ്തു ഒരാൾ വാങ്ങുമ്പോഴത്തേക്ക് ഈ വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ഓണർഷിപ്പ് വാങ്ങുന്ന ആളിലേക്ക് മാറി എന്ന് കാണിക്കുന്ന ഡീഡാണ് എന്ത്, സെയിൽ ഡീഡ്. ഡീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എഗ്രിമെൻ്റ് എന്നാണ് കേട്ടോ. പിന്നെ അടുത്ത ടൈറ്റിൽ ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഏകദേശം ഇതേ അർത്ഥമാണ്. ടൈറ്റിൽ ഡീഡ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ആരുടെ കയ്യിലായി, ബയറിൻ്റെ കയ്യിലേക്ക് ഓണർഷിപ്പ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈറ്റിൽ ഡീഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത കൺസെപ്റ്റാണ്, അല്ല അടുത്ത പ്രിൻസിപ്പിളാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. Historical cost concept states that the assets and liabilities of a business should be presented in accounting records at their historical cost. Historical cost is the amount that is originally paid to acquire the asset and may be different from the current market value of the asset. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്താണ് പറയുന്നത്, അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ അതിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും അത് അക്വയർ ചെയ്ത കോസ്റ്റിന് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. അതായത് അത് വാങ്ങിച്ചപ്പോൾ അല്ലെങ്കിൽ അത് നേടാനായിട്ട് നമ്മൾ എത്ര രൂപ മുതൽ മുടക്കി അത് വേണം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉടനീളം ആ ഒരു പെർട്ടിക്കുലർ അസറ്റിൻ്റെ ആയാലും ലയബിലിറ്റിയുടെ ആയാലും കോസ്റ്റ് കാണിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ അത് എങ്ങനെ ആയിരിക്കും, കറണ്ട് മാർക്കറ്റ് വാല്യൂവിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ആ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കറണ്ട് മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എങ്കിൽ കൂടിയും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ അക്വയർ ചെയ്ത വാല്യൂ വേണം അതിൽ കാണിക്കാനായിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലാൻഡ് 1,00,000 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ നമ്മൾ ആ ലാൻഡ് ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എന്നാലും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതായത് 1,00,000 രൂപയ്ക്ക് തന്നെ വേണം കാണിക്കാനായിട്ട്, അല്ലാതെ കറണ്ട് മാർക്കറ്റ് വാല്യൂ അല്ല കാണിക്കുന്നത്. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ അല്ലെ അടുത്ത കൺസെപ്റ്റാണ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. The revenue recognition principle says that the revenue should be recorded when it has been earned, not received. The revenue recognition concept is part of accrual accounting, meaning that when you create an invoice for your customer for goods or services, the amount of the invoice is recorded as revenue at that point and not when the money is received from the customer. Also under this concept, if any entity receives payment in advance from a customer, then the entity records this payment as a liability, not as a revenue. Revenue recognition principle is also known as revenue realization principle. അപ്പോൾ റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് എന്താണ്, ഇതൊരു അക്രൂവൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിനനുസരിച്ച് എന്താണ് പറയുന്നത്, നമ്മൾ ഒരു റവന്യൂ ഏൺ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്തിരിക്കണം. അല്ലാതെ ആ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴല്ല, ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റവന്യൂ നമ്മൾ ഏൺ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പാകുമ്പോൾ തന്നെ നമ്മൾ അത് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ക്രെഡിറ്റിന് ഒരു കസ്റ്റമറിന് നമ്മൾ സാധനം വിറ്റു എങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ഇൻവോയ്സ് കൊടുക്കും അല്ലേ. അപ്പോൾ ആ ഇൻവോയ്സ് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് റവന്യൂ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അല്ലാതെ ആ കസ്റ്റമർ ക്യാഷ് തരുമ്പോൾ അല്ല, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻകം അല്ലെ ആ പെർട്ടിക്കുലർ റവന്യൂ നമുക്ക് ഉണ്ടാവും. അതായത് ആ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. അല്ലാതെ മണി കയ്യിൽ കിട്ടുമ്പോഴല്ല റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൺസെപ്റ്റിൽ തന്നെ നടക്കുന്ന മറ്റൊരു കേസാണ് എന്താണ്, നമുക്ക് ഇങ്ങോട്ട് തരേണ്ട ക്യാഷ് നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തുകയാണ്.
അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ അതിനെ റവന്യൂ ആയിട്ടല്ല കണക്കാക്കുന്നത്. നമ്മൾ ആ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റിനെ ലൈബിലിറ്റി, ഒരു ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അടുത്ത വർഷം നമുക്കത് എന്ത് ചെയ്യില്ല, കിട്ടില്ല. അത് നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായി മാറി, ലൈബിലിറ്റി ആയിട്ട് മാറി. പിന്നെ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റിനെ നമുക്ക് എന്തും വിളിക്കാം, റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ എന്നും വിളിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ റവന്യൂ ഏൺ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്തിരിക്കണം, നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. അതായത് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ അല്ല. ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് മാച്ചിങ് കൺസെപ്റ്റ്. In order to ascertain the profit or loss of a business, the cost incurred during the accounting period must match against the revenue earned during that period. All expenses incurred during the relevant period may not be related to that period alone. Expenses relating to the previous period or to the subsequent period might have been incurred during the period under reference. Likewise, the entire amount of revenue received may not be the current period. As per matching concept, only those expenses pertaining to the current accounting period must be matched against the revenue relating to the same period. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ആ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കുന്നത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടായിരിക്കുന്ന റവന്യൂസിനും എക്സ്പെൻസസിനും വെച്ചിട്ടായിരിക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു വർഷം നമുക്ക് റവന്യൂ ആ വർഷത്തെ മാത്രം ആയിരിക്കില്ല കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഒരാൾ തരാനുള്ളതും എന്ത് ചെയ്തിരിക്കാം, തന്നിരിക്കാം. അതല്ല നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചിലവർ നടത്തിയേക്കാം. അപ്പോൾ ആ ഒരു ക്യാഷ് എന്തിൻ്റെ അല്ല, ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ആയിരിക്കില്ല. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ ഒരു വർഷത്തെ റവന്യൂയും എക്സ്പെൻസസും മാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുക. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. ആ പെർട്ടിക്കുലർ ഇയറിലെ റവന്യൂസും എക്സ്പെൻസസും വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ. അതിൽ എന്ത് ഉൾപ്പെടുത്തരുത്, കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തിൻ്റെയോ. അതല്ല നമുക്കിനി അഡ്വാൻസ് പേയ്മെൻറ്റ് ആരെങ്കിലും നടത്തിയെങ്കിലോ ആ ഒരു റവന്യൂവോ അല്ലെ നമുക്ക് പിന്നീട് ഉണ്ടാവേണ്ട എക്സ്പെൻസസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് വെച്ചിരിക്കുവോ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. ആ അക്കൗണ്ടിങ് പീരീഡിനെ ബാധിക്കുന്ന റവന്യൂസും എക്സ്പെൻസസും വെച്ചിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ എന്നാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്.